സാഹിബ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതം, മാനവികത, നവോത്ഥാനം എന്ന പ്രമേയത്തിൽ ഒരു വർഷക്കാലം കേരളത്തിലുടനീളം ക്യാമ്പയിൻ നടത്തി ഒടുവിൽ സംസ്ഥാന സമ്മേളനത്തോടുകൂടി ആ പരിപാടിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കുകയും തടിസ്ഥാനത്തിൽ ഈ ഗംഭീര സമ്മേളനം, ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചു ചേർക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആവേശഭരിതരായ, ആത്മാർത്ഥതയുള്ള, പ്രതിബദ്ധതയുള്ള പ്രവർത്തകർക്കും അതിന്റെ നേതാക്കൾക്കും ഞാൻ ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായും നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അത് മതത്തെക്കുറിച്ച്, അതുപോലെ മതമൂല്യങ്ങളെക്കുറിച്ച്, നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച്, മാനവികതയെക്കുറിച്ചൊക്കെ ഒരു വീണ്ടും വിചാരവും പുനർവിചാരവും നടത്തേണ്ട ദിശാസന്ധിയാണ്. മതം മനുഷ്യൻ ലോകത്ത് ആരംഭിച്ച മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹു ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച് അവരിൽ നിന്ന് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ച് അവരുടെ മക്കളോടൊപ്പം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നൽകിയ സന്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എന്റേതായ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടുക തന്നെ ചെയ്യും. ആ സന്മാർഗത്തെ ആർ പിൻപറ്റുന്നുവോ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. അപ്പോൾ ലോകത്ത് ആദ്യം മുതൽ അവസാനം വരെ വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യർക്കും നിർഭയത്വത്തിന്, ഭയത്തിൽ നിന്നുള്ള മോചനത്തിന്, അഥവാ സമാധാനത്തും ശാന്തിക്കും, അതുപോലെ ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിന് അള്ളാഹു നൽകിയ സന്മാർഗമാണ് മതമെന്ന് പറയുന്നത്. മറ്റൊരു നിർവചനവും മറ്റൊരു വ്യാഖ്യാനവും മറ്റൊരു അർത്ഥവും അതിന് ചേരുകയില്ല. മതമെന്ന് പറഞ്ഞാൽ ശാന്തിയുടെ മാർഗമാണ്. ദുഃഖത്തിൽ നിന്ന്, ഭയത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഉപാധിയാണ്. അത് അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ട്, ഇനിയും അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. പക്ഷേ മനുഷ്യരുടെ സഹജമായ ദൗർബല്യങ്ങളാണ് സദാചാരത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, നേരായ പാതയിൽ നിന്ന് അവരെന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ആ വ്യതിചലിച്ചപ്പോഴൊക്കെ ചരിത്രപുരുഷന്മാർ, മഹാന്മാരായ പ്രവാചകന്മാർ നിയുക്തരാവുകയും മനുഷ്യരാശിക്ക് നേർവഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ പ്രവാചകരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുകൂടി പ്രവാചകത്വ പരമ്പര അവസാനിച്ചു എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇത് അള്ളാഹു ലോകത്തോട് ചെയ്ത അനീതിയല്ല, നീതിയാണ്. ലോകത്തിന്റെ വളർച്ച, നാഗരികതയുടെ വളർച്ച ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇനി ഒരു പ്രവാചകന്മാരെ അയക്കേണ്ടതില്ല. ഒരേ ഒരു പ്രവാചകൻ നൽകിയ സന്ദേശം, അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ അനേകായിരം പ്രവാചകന്മാർ നൽകിയ സന്ദേശം, അത് വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ തനതായി ലോകത്തിന് നൽകപ്പെട്ടിരിക്കുകയും ആ സന്ദേശം ഉൾക്കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകുന്ന പ്രവർത്തകരും പ്രബോധകരും പണ്ഡിതന്മാരും മുഹമ്മദ് നബിയുടെ അനുയായികൾ ഉണ്ടാവുമെന്ന ഉറച്ച ദൃഢമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നീടുള്ള ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗതി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ലോകത്തിന് വെളിച്ചം നൽകേണ്ടവരാണ് മുസ്ലിങ്ങൾ, ലോകത്തിന് മാർഗദർശനം നൽകേണ്ടവരാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ അടക്കം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥിതിയെക്കുറിച്ച് ഞാൻ വിശദമായി ഒന്നും സംസാരിക്കാൻ വിചാരിക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. പ്രബുദ്ധമായ ഈ സദസ്സിന് അസലായിട്ട് അതറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ വേലി തന്നെ വിളതിന്നുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കുറുന്തോട്ടിക്ക് വാദം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ
ലോകത്തിന് വെളിച്ചം നൽകേണ്ട ആളുകൾ, ലോകത്തിന് നിർഭയത്വം നൽകേണ്ടവർ, ലോകത്തിന് ശാന്തിയുടെ മാർഗം കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ ആ വഴി ഉപേക്ഷിക്കുക മാത്രമല്ല, അശാന്തിയുടെയും ഭയത്തിന്റെയും ഭീകരതയുടെയുമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയുമോ? ഒരു പ്രത്യേക മതത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും ഇത് ബാധകമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇന്ന് മതമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയപ്പാടാണ്, ആളുകൾക്ക് അതിന് തന്നെ പുച്ഛമാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ പുരോഗതിക്കും തടസ്സമാണ്, അധോഗതിക്ക് കാരണമാണ്. അത് പിറകോട്ട് ചരിത്രത്തെ വലിക്കലാണ്, അത് പുറകോട്ട് മനുഷ്യ സമുദായത്തെ നയിക്കലാണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ ഒന്നല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതി വന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതത്തെ ശരിയായ രീതിയിലല്ല, ശരിയായ വിധത്തിലല്ല അതിന്റെ അനുയായികൾ പ്രതികരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുക. ഇന്ന് പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒരുപക്ഷെ പോയിട്ടുണ്ടാവും. ഐക്യരാഷ്ട്രസഭ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കത്തോലിക്ക സഭയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ത്? അവരുടെ പുരോഹിതന്മാരെ കുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സംഭവത്തിൽ നിന്ന് അവർ പിന്മാറ്റിയേ തീരൂ എന്ന്. ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പതിനായിരക്കണക്കിൽ സംഭവങ്ങൾ ലോകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതേപ്പറ്റി അന്വേഷിക്കാൻ UN ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. തദടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണ സമിതി, ഐക്യരാഷ്ട്രസഭയുടെ സമിതി, കത്തോലിക്ക സഭയുടെ നേതൃത്വത്തോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിനർത്ഥം? ലോകത്ത് സദാചാരത്തിനും ധർമ്മത്തിനും മാതൃകയാവേണ്ട അധാർമികതയിൽ നിന്നും അസാൻമാർഗികതയിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ ചുമതലപ്പെട്ട പുരോഹിതന്മാർ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അസാൻമാർഗികതക്കും അധാർമികതക്കും അവർ നേതൃത്വം നൽകുന്നു എന്നാണ് വരുന്നതെങ്കിൽ എന്താണ് പിന്നെ ലോകത്തിന് പ്രതീക്ഷിക്കുക വകയുള്ളത് എന്ന് നമ്മൾ ചോദിച്ചു പോകും. പക്ഷേ അത് കത്തോലിക്കരെ പറ്റി മാത്രമുള്ള ശരിയല്ല. എല്ലാ മതസ്ഥരിലും മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരിൽ പോലും ഈ രീതിയിൽ മതത്തെ തീർത്തും പരിഹാസ്യമാക്കി തീർക്കുന്ന നടപടികൾ ഉണ്ടാവുകയാണ്. മറ്റൊരു ഭാഗത്ത് പണാധിപത്യം, മതവിശ്വാസം പോലും വിൽപ്പന ചരക്കായി മാറുന്നു. മതത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ അത് അനുദിനം വളരുകയാണ്. ഇത് പഴയതുപോലെയല്ല. മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ വിവരമില്ലാത്ത സമൂഹത്തെ, ജാഹിലിയത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ചുമതലയായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് വിവരമുള്ള സമൂഹമാണ്. ബോധപൂർവം അന്ധവിശ്വാസത്തെ വ്യാപാരവൽക്കരിച്ചവരെ ആ പുതിയ വിപത്തിനെതിരായിട്ട് നമുക്ക് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ സമൂഹത്തെ ഇന്നല്ലെങ്കിൽ നാളെ പൂർണ്ണമായി അത് വിഴുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓരോ ദിവസവും അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. നമ്മുടെ പുരോഹിതന്മാരും നമ്മുടെ പണ്ഡിതന്മാരും, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, അത് പിൻവാതിലൂടെ കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള പുരോഹിതന്മാരും പണ്ഡിതന്മാരും എല്ലാം തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ആ ചൂഷണം തിരിച്ചറിയാൻ കഴിയാതെ ജനങ്ങൾ അവരുടെ പിന്നാലെ പോവുകയാണ്. വിവരമില്ലാത്തവരല്ല, ഉണ്ടെന്ന് ധരിക്കപ്പെടുന്ന ആളുകളാണ് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് ഒരു നവോത്ഥാനം തീർച്ചയായും നടക്കേണ്ടതില്ലേ? ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ ഇസ്ലാമിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ എന്താണെന്ന്, മതത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം നടത്തേണ്ടതില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാരിലുണ്ടായ ഒരു പ്രതിഭാസം, പിശാചിനെ പൂജിക്കുക. വളരെ വ്യാപകമായ തോതിൽ ഞാൻ അറിയുന്ന പ്രസിദ്ധരായ കോഴിക്കോട്ടെ ഡോക്ടർമാർ ഉൾപ്പെടെ ആ സംഘത്തിൽ അംഗങ്ങളാണെന്നാ കേട്ടത്. പിശാചിനെ ചെകുത്ത, സാത്താൻ പൂജ എന്ന പേര്, സാത്താൻ പൂജ മാർഗമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അത് ഈജിപ്തിലാണ് ആരംഭിച്ചത്. അതില് മുസ്ലിങ്ങളായ ചെറുപ്പക്കാരും പെട്ടിരിക്കുന്നു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ കണ്ടത്. ഇത് പ്രത്യക്ഷത്തിൽ സാത്താൻ പൂജ നടത്തുന്നവരെ കുറിച്ചാണ്. മഹാഭൂരിപക്ഷവും പ്രത്യക്ഷത്തിൽ ചെകുത്താനെ പൂജിക്കുന്നവരല്ല, പക്ഷേ പരോക്ഷമായി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, മനുഷ്യൻ ദേഹേച്ഛകളുടെ അടിമകളായി തീരുകയാണ്. പണത്തിന് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി ആധുനിക പാശ്ചാത്യ മുതലാളിത്തം കാഴ്ചവെച്ച അതിഭീകരമായ ധാർമ്മികാധപതനത്തിന്റെ എല്ലാ രൂപങ്ങളിലും നമ്മുടെ ആളുകൾ, ഏത് മതസ്ഥരെന്ന് വ്യത്യാസമില്ലാതെ മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും മറ്റു മതസ്ഥരായാലും അത് ചെന്നുവിടുകയാണ്. അവരെ പ്രത്യക്ഷത്തിൽ തന്നെ ധിക്കാരത്തിന്റെ വഴിയിൽ പാരമ്യത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചവരാണ്
ഈ മാർഗം സ്വീകരിച്ചവരാണ് സാത്താൻ പൂജ സ്വയം ഏറ്റുപറയുന്നത്. അല്ലാത്തവരും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകനായ അള്ളാഹുവിനെ പൂജിക്കുന്നതിന് പകരം, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം, ഉത്തരവാദിത്തത്തോടുകൂടി മനുഷ്യരായി ജീവിക്കുന്നതിന് പകരം ആവുന്നതിൽ മനുഷ്യന് അഭിമാനം കൊള്ളുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം അധപ്പതനത്തെയാണ്, എവിടേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായും ആശങ്കിക്കേണ്ടതായി വരും. ഇതിനെതിരായിട്ട് നമ്മൾ ശബ്ദിച്ചതുകൊണ്ട് മാത്രമായില്ല. നിരന്തരമായ ശ്രമങ്ങൾ, ബോധവൽക്കരണ ശ്രമങ്ങൾ, നമ്മുടെ തലമുറകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി മതിയാവും. സ്വാമി അഗ്നിവേശ് സംസാരിച്ചപ്പോൾ മദ്യത്തെക്കുറിച്ച് പറഞ്ഞു. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ നാട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. മദ്യപാന ആളോഹരി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഈ കേരളം ആവട്ടെ പ്രബുദ്ധ കേരളമാണ്, സാക്ഷര കേരളമാണ്. 93% അക്ഷരാഭ്യാസമുണ്ട് കേരളത്തിൽ. ഇങ്ങനെയുള്ള ഈ സംസ്ഥാനത്ത് 20% ആളുകൾ അഡിക്റ്റുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ ഇനി ആർക്കും മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് അവസ്ഥ. ബാക്കി 60% പേർ ഏറെക്കുറെ ആൽക്കഹോളിക്കുകളായി മാറിയിരിക്കുന്നു. വെറും ഒരു കുറഞ്ഞ ശതമാനം മാത്രമേ ആണുങ്ങളിൽ മദ്യപിക്കാത്തവരുള്ളൂ എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം നമ്മൾ അംഗീകരിക്കേണ്ടത്. മാത്രമല്ല, നമ്മുടെ ഹോസ്റ്റലുകളിലും മറ്റും താമസിക്കുന്ന പെൺകുട്ടികളിലേക്ക് കൂടി ഈ ലഹരിയുടെ ഉപയോഗം കടന്നു വരികയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ മദ്യത്തിന്റെ റവന്യൂ വരുമാനം, നമ്മുടെ സർക്കാരുകൾ മദ്യത്തിൽ ലഭിക്കുന്ന കോടിക്കണക്കിന് വരുന്ന അനേകായിരം കോടികൾ വരുന്ന റവന്യൂ വരുമാനത്തിൽ മാത്രം കണ്ണും നട്ടുകൊണ്ട് ഇതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം. തീർച്ചയായിട്ടും ഇതിനെതിരായി പോരാട്ടം വേണം. നമ്മൾ ഈ തിന്മയുടെ മാതാവിനെതിരായിട്ട് പൊരുതാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ പറയുന്നതും പ്രസംഗിക്കുന്നതൊക്കെ വെറുതെയായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബോധപൂർവം തന്റെ ബോധം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അത് പിന്നെ അവരെ ബോധവൽക്കരിക്കാൻ എന്താണ് ഒരു വഴി? തീർച്ചയായിട്ടും മദ്യത്തിനെതിരായിട്ട്, അതുപോലെ അസാൻമാർഗത്തിനെതിരായി, സ്ത്രീപീഡനത്തിനെതിരായി, കുട്ടികളെ പോലും അങ്ങേയറ്റം മൃഗീയമായ രീതിയിൽ തങ്ങളുടെ ലൈംഗിക ശേഷികൾ ഉപയോഗിക്കുന്ന വർത്തമാനകാല സ്ഥിതിവിശേഷം, ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം എല്ലാ തലത്തിലും നടക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ മീഡിയയ്ക്ക് ശക്തമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ ലോകവും പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. എല്ലാ തിന്മകളെയും പ്രോത്സാഹിപ്പിക്കുക എന്തിന്റെ പേരിലായെങ്കിലും ശരി, ആ ഒരു വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റ് പണം ഉണ്ടാക്കാനാണെങ്കിലും ശരി, എന്തായിരുന്നാലും തിന്മയുടെ മാർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയമില്ല. നമ്മൾ വേറിട്ട ഒരു മാതൃക കാണിച്ചേ മതിയാവും. നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രബോധകരും എല്ലാം തന്നെ ഇതാണ് ഈ കാലഘട്ടത്തിലെ വിപത്ത് എന്ന് മനസ്സിലാക്കി അങ്ങേയറ്റത്തെ ധാർമ്മികാധപരത്തിലെ പടുകുയിലാണ് നമ്മുടെ സമൂഹം ചെന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പരസ്പരമുള്ള ഈ വഴക്കുകളും പക്കാണങ്ങളും അവസാനിപ്പിച്ച് ഈ നന്മയുടെ മാർഗത്തിലേക്ക്, അതുപോലെ തിന്മയെ തടയുന്ന മാർഗത്തിലേക്ക് മുസ്ലിം സമൂഹത്തിന്റെ യഥാർത്ഥ ചുമതല അതാണല്ലോ. ആ ചുമതലയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കേണ്ടത്. ഈ സംഘടന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനത്തിലെ പരിപാടികളുടെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് എല്ലാം തന്നെ ക്രിയാത്മകമാണ് എന്നുള്ളതാണ്. മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി, അവരെ സദ്വിചാരമുണ്ടാക്കാൻ വേണ്ടി, അവരെ സേവന തൽപരമാക്കാൻ വേണ്ടി, സർവോപരി നിർമ്മാണാത്മകമായി ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള സെഷനുകളാണ് ഇതിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ പേരിൽ ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിശ്ചലാത്മകമായി മറ്റാർക്കോ എതിരുള്ളതായ പോർവിളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനുള്ള വേദികളായിട്ട് നമ്മുടെ സമ്മേളനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊരു വ്യതിയാനം എന്ന നിലയിൽ നിർമ്മാണാത്മകമായി ചിന്തിക്കുകയും മുസ്ലിം സമൂഹത്തെ യഥാർത്ഥത്തിൽ ഇസ്ലായി കർമ്മപാതയിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള ഈ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതിന് അവസരം നൽകിയ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശക്തമായ ഭാഷയിൽ അധാർമികതക്കെതിരെ അണിചേരണമെന്നും മതത്തെ വാണിജ്യവൽക്കരിക്കുന്ന ശക്തികൾക്കെതിരെ തൗഹീദിന്റെ പ്രബോധന സരണിയെ ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘോഷിച്ച് നന്മയുടെ ലോകത്തെ വികസിപ്പിക്കാൻ സജ്ജരാകുന്ന നവലോക സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പോരാടാം എന്ന പ്രഖ്യാപനം നിർവഹിച്ച് പ്രമേയ സമ്മേളനത്തിൽ പ്രഭാഷണം നിർവഹിച്ച അബ്ദുറഹ്മാൻ സാഹിബിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.
അടുത്തതായി പ്രമേയ സമ്മേളന വേദിയിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് ചന്ദ്രിക സാരഥി ടി പി ചെറുപ്പ സാഹിബ്.